ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചെറുപയർ പരിപ്പ് ഉപയോഗിച്ചിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. വെറും 2 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈ കറി നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ ഉണ്ടാക്കിയ ചെറുപയർ പരിപ്പ് ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ചെറുപയർ പരിപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് നോമ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ എന്ന വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ ഒറോട്ടിയുടെയും ചപ്പാത്തിയുടെയും ഗീ റൈസിൻ്റെയും കൂടെ ആയാലും അതുപോലെ അത്താഴത്തിന് ചോറിൻ്റെ കൂടെ ആയാലും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ കറി. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. എന്നും ചിക്കനും മട്ടനും ബീഫും തന്നെ കഴിക്കാതെ ചിലപ്പോഴൊക്കെ ഇതുപോലുള്ള കറികളൊക്കെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ചെറുപയർ പരിപ്പ് നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. വെറും സവാള മാത്രമാണ് നമുക്കിതിലോട്ട് ചേർക്കേണ്ടത്. ഈ ചെറുപയർ പരിപ്പിൽ കുറച്ചൊക്കെ ചെറുപയറിൻ്റെ തൊലിയൊക്കെ ഉണ്ടാവും. എങ്കിലും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചെറുപയർ പരിപ്പിൻ്റെ കറിയിനേക്കാളും കൂടുതൽ ടേസ്റ്റിയാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ചെറുപയർ പരിപ്പിന്. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് ഒരു സവാളയുടെ 4/1 ഭാഗമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വലിയ സവാളയാണ്. അപ്പോൾ ചെറുതാണെങ്കിൽ പകുതി ചേർത്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് ചീറ്റുള്ളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ചെറിയ ചുവന്നുള്ളി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സവാള നമുക്ക് മുഴുവനായിട്ടും ഇതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് 1/2 ടീസ്പൂണ് മുളക് പൊടിയാണ്. നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇതിലോട്ട് പച്ചമുളകൊന്നും ചേർക്കുന്നില്ലല്ലോ. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് ചെറുപയർ പരിപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. 4 വിസിലിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് എയർ കളഞ്ഞെടുത്തതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്യാം. കണ്ടല്ലോ, നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ചെറുപയർ പരിപ്പൊക്കെ. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിലോട്ടൊന്ന് വറുത്തൊഴിക്കുകയാണ് ചെയ്യേണ്ടത്. വറുത്തൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു 3 ചീറ്റുള്ളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഏകദേശം ഒരു ബ്രൗൺ കളറാകുന്നത് വരെ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നോമ്പിനൊക്കെ എന്നും ചിക്കനും മട്ടനും ഫിഷും ബീഫും ഒക്കെ കഴിക്കാതെ ചിലപ്പോഴൊക്കെ ഇതുപോലുള്ള കറികളൊക്കെ തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. നമുക്ക് റോട്ടിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ ഗീ റൈസിൻ്റെ കൂടെയും അത്താഴത്തിന് ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനാണ് ഈ കറി. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ചെറുപയർ ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെറുപയർ പരിപ്പ് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതുപോലെ കൂട്ടുകാർക്കോ ഫാമിലിക്കോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസിനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചേക്കുക. പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.